മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വീഴുകയാണോ? തുടർച്ചയായി വിവാദങ്ങളുടെ നിഴലിലാണ് ഭരണത്തിലേറിയത് മുതൽ സതീശൻ. ഏറ്റവും ഒടുവിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MDMA-യുമായി പിടിയിലായതാണ് സതീശനെ പൊതുസമൂഹത്തിന് മുന്നിൽ സംശയ നിഴലിൽ നിർത്തുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഹുസൈന് സതീശനുമായുള്ള അടുത്ത ബന്ധം പുറത്തുവന്നതോടെ കോൺഗ്രസ് പാർട്ടി പോലും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായവരെ അറിയാമെന്ന് തുറന്നു പറഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണത്തിലും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ആ പറഞ്ഞതും കളവാണെന്നാണ് തെളിവുകൾ സഹിതം ചില ചാനലുകൾ പുറത്തുവിടുന്നത്. നവകേരള യാത്രയ്ക്കെതിരെ നടന്ന സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ് പരിക്കേറ്റ് കിടന്നപ്പോഴാണ് ഹുസൈനുമായി ബന്ധപ്പെടുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അന്ന് സതീശൻ പ്രതിപക്ഷ നേതാവാണ്. 2023 നവംബറിലാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ് നടക്കുന്നത്. എന്നാൽ അതിനും 2 വർഷം മുൻപ് തന്നെ സതീശനുമൊത്തുള്ള ചിത്രങ്ങൾ ഹുസൈൻ തന്റെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നവകേരള യാത്രയ്ക്കെതിരെ നടത്തിയ സമരത്തിൽ ഹുസൈന് മാരകമായി പരിക്കേറ്റിട്ടില്ലെന്നും വാർത്തകൾ പുറത്തുവരുന്നു. സതീശൻ നടത്തിയ ഇഫ്താർ വിരുന്നിൽ ഹുസൈൻ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ മുൻ മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതിൽ നിന്നെല്ലാം ഹുസൈനുമായി പണ്ടു മുതലേ നല്ല ബന്ധം സതീശനുണ്ട് എന്ന് വ്യക്തമാണ്. ഹുസൈൻ തന്റെ സോഷ്യൽ മീഡിയ ടീമിൽ ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം അംഗീകരിച്ചാലും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നതിൽ തർക്കമില്ല. അത് നവകേരള യാത്രയ്ക്കിടയിൽ അവിചാരിതമായി ഉണ്ടായ ബന്ധവുമല്ല. പരുക്കേറ്റ് കിടന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ച് വീട്ടിൽ പോയി കണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം പൊളിയുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആരോപണം ഉയരുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയോടെയുള്ള മറുപടിയായിരുന്നു സതീശൻ നൽകേണ്ടിയിരുന്നത് എന്നതിൽ സംശയമില്ല. അതേസമയം തന്നെ ഉയരേണ്ട ചോദ്യം, മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആളാണെങ്കിലും ആ തരത്തിൽ പ്രതികൾക്ക് വേണ്ടി ഏതെങ്കിലും ഇടപെടലുകൾ നടത്തിയോ എന്നതാണ്. ഇതുവരെയുള്ള നടപടികളിൽ നിന്ന് അത്തരമൊരു നീക്കം കാണാനാകില്ല. പ്രതികൾ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. എങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്തരമൊരു കേസിൽ അറസ്റ്റിലാകുമ്പോൾ അത് സതീശനും സർക്കാരിനും പാർട്ടിക്കും പ്രതിസന്ധിയാകുന്നുണ്ട്. പണ്ട് സോളാർ കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫുകളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് സമാനമായ സാഹചര്യമാണ് ഇവിടെ ഓർമ്മ വരുന്നത്. UDF തങ്ങളുടെ അഭിമാന പദ്ധതിയായി വിശേഷിപ്പിക്കുന്ന തൂഫാനിൽ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയിൽപ്പെട്ട 2 പേർ വൻതോതിൽ MDMA-യുമായി പിടിയിലാകുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ വിയർക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. തങ്ങളുടെ സംഘടനയിലെ പ്രവർത്തകരെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് എന്നതിൽ തർക്കമില്ല. എന്തായാലും സതീശനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഈ വിവാദം ഉടനൊന്നും അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. സതീശനെ ഉന്നമിട്ടിരിക്കുന്ന CPM-നും ചില മാധ്യമങ്ങൾക്കും കിട്ടിയ അവസരമായി ഇത് മാറിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കും ഒരു പരിധി വിട്ട് ഇനി സതീശനെ പിന്തുണയ്ക്കാനാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്.